ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സ്ട്രക്ചർ ഓഫ് ഐ. ഐ സെൻസറി ഓർഗൻ ഫോർ വിഷൻ. അവർ പെയർഡ് ഐസ് ആർ ലൊക്കേറ്റഡ് ഇൻ സോക്കറ്റ്സ് ഓഫ് ദ സ്കൾ കോൾഡ് ഓർബിറ്റ്സ്. സ്കളിൽ കാണപ്പെടുന്ന സോക്കറ്റ്സിലാണ് നമ്മുടെ ഐസ് കാണപ്പെടുന്നത്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഓർബിറ്റ്സ്. പാർട്സ് ഓഫ് ആൻ ഐ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഐയുടെ സ്ട്രക്ചർ പഠിക്കാം. നിങ്ങൾ ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പിക്ചറിൽ കാണപ്പെടുന്നത് ഐയുടെ 3 പ്രധാനപ്പെട്ട ലെയേഴ്സ്. ഏതൊക്കെയാണത്? ഏറ്റവും പുറമേ കാണപ്പെടുന്നതാണ് സ്ക്ലീറ. അതിൻ്റെ ഉള്ളിൽ കാണുന്നത്, അതായത് മിഡിൽ പോർഷനിൽ കാണുന്നത് കൊറോയിഡ്. അതിൻ്റെ ഉൾവശത്തായിട്ട് കാണുന്നത്, അതായത് ഇന്നർ പോർഷനിൽ കാണുന്നത് റെറ്റിന. സ്ക്ലീറയുടെ ആൻറ്റീരിയർ പോർഷന് പറയുന്ന പേരാണ് കോർണിയ. സ്ക്ലീറയുടെ ആൻറ്റീരിയർ പോർഷന് പറയുന്ന പേരാണ് കോർണിയ. അടുത്തത് ഏതാണ്? കൊറോയിഡ്. കൊറോയിഡ് പോസ്റ്റീരിയർ റീജിയനിൽ തിക്കനിങ് കുറവായിരിക്കും. അത് ആൻറ്റീരിയർ റീജിയനിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് തിക്കനിങ് കാണിക്കുന്നു. ആ ഒരു പോർഷന് പറയുന്ന പേര് സീലിയറി ബോഡി എന്നാണ്. സീലിയറി ബോഡിയിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാണ് ഐറിഷ്. അപ്പോൾ ഐറിഷിൽ നിന്നും ഉള്ള ലിഗമെൻസാണ് ലെൻസിനെ ഹെൽഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഐറിസിൽ നിന്നുമുള്ള ലിഗമെൻസിനാലാണ് ലെൻസ് അതിൻ്റെ യഥാർത്ഥ പ്ലേസിൽ ഹെൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തത് ഏതാണ്? അടുത്ത ലെയറാണ് റെറ്റിന. റെറ്റിനയിലാണ് കോൺസും റോഡ്സും കാണപ്പെടുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. The adult human eyeball is nearly a spherical structure. The wall of the eyeball is composed of 3 layers. How many layers? 3 layers. The external layer is composed of a dense connective tissue and is called the sclera. അപ്പം സ്ക്ലീറ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ്. The anterior portion of this layer is called the cornea. അപ്പം സ്ക്ലീറയുടെ ആൻറ്റീരിയർ പോർഷൻ പറയുന്ന പേരെന്താണ്? കോർണിയ. The middle layer, that is choroid. The middle layer, choroid, contains many blood vessels and looks bluish in color. കൊറോയിഡിൻ്റെ ആ ഒരു പ്രത്യേകത എന്താണ്? കൊറോയിഡ് ഒരു മിഡിൽ ലെയറാണ്. കണ്ണിൻ്റെ മിഡിൽ ലെയറാണ് കൊറോയിഡ്. കൂടാതെ തന്നെ ഒരുപാട് ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നുണ്ട്. ബ്ലൂയിഷ് കളറിലാണ് കൊറോയിഡ് റീജിയൻ കാണപ്പെടുന്നത്. കൊറോയിഡ് ലെയർ ഈസ് തിൻ ഓവർ ദ പോസ്റ്റീരിയർ 2/3 ഓഫ് ദ ഐബോൾ. അപ്പം ഐബോളിൻ്റെ പോസ്റ്റീരിയർ റീജിയൻ നോക്കുകയാണെങ്കിൽ അവിടെ 2/3 എന്ന് പറയുന്നത് തിന്നായിട്ടുള്ള കൊറോയിഡ് ലെയറാണ് കാണപ്പെടുന്നത്. ബട്ട് ഇറ്റ് ബിക്കംസ് തിക്ക് ഇൻ ദ ആൻറ്റീരിയർ പാർട്ട് ടു ഫോം ദ സീലിയറി ബോഡി. അപ്പം ആൻറ്റീരിയർ പോർഷനിൽ കൊറോയിഡ് ലെയർ തിക്കായിട്ട് കാണപ്പെടുന്നു. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് സീലിയറി ബോഡി. ഓക്കെ. The ciliary body itself continues forward to form a pigmented and opaque structure called the iris, which is the visible colored portion of the eye. അതായത് സീലിയറി ബോഡി തന്നെ കണ്ടിന്യൂ ചെയ്ത് കുറച്ചും കൂടെ മുന്നോട്ട് കാണപ്പെടുന്നുണ്ട്. ആ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റഡ് ആയിരിക്കും, ഒപ്പേക്ക് സ്ട്രക്ചറാണ്. അതിന് പറയുന്ന പേരാണ് ഐറിഷ്. അപ്പോൾ ഐറിഷ് എന്ന് പറയുന്നതാണ് കണ്ണിൻ്റെ വിസിബിൾ കളേർഡ് പോർഷൻ എന്നറിയപ്പെടുന്നത് ഐറിഷ് ആണ്. അപ്പോൾ കണ്ണിൻ്റെ വിസിബിൾ കളേർഡ് പോർഷൻ എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? ഐറിഷ് ആണ്. ഐറിഷ് പിഗ്മെൻറ്റഡ് ഒപ്പേക്ക് സ്ട്രക്ചറാണ്. അത് എവിടെ നിന്നുള്ള കണ്ടിന്യൂവേഷനാണ്? അത് സീലിയറി ബോഡി തന്നെ കണ്ടിന്യൂ ചെയ്ത് കുറച്ചും കൂടെ മുന്നോട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഐറിഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സീലിയറി ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സ്ട്രക്ചർ കൂടി കാണപ്പെടുന്നുണ്ടോ? The eyeball contains a transparent crystalline lens which is held in place by ligaments attached to the ciliary body.
അതായത് സീലിയറി ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ലിഗമെൻസിനാലാണ് ട്രാൻസ്പെറൻറ്റ് ക്രിസ്റ്റലൈൻ ലെൻസ് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐബോളിൽ കാണപ്പെടുന്ന ട്രാൻസ്പെറൻറ്റ് ക്രിസ്റ്റലൈൻ ലെൻസിനെ ഹെൽഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്താണ്? ലിഗമെൻസിനാലാണ്. ഈ ലിഗമെൻസ് ഏത് ഭാഗവുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു? അത് സീലിയറി ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മിഡിൽ ലെയറിൻ്റെ പേരാണ് കൊറോയിഡ്. കൊറോയിഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? കൊറോയിഡ് മിഡിൽ ലെയറാണ്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നുണ്ട്. ബ്ലൂയിഷ് കളറാണ്. കൊറോയിഡിൻ്റെ പോസ്റ്റീരിയർ റീജിയൻ എന്ന് പറഞ്ഞാൽ അതിൽ 2 ഭാഗവും തിൻ റീജിയൻസ് ആയിരിക്കും. ആൻറ്റീരിയർ റീജിയനിലേക്ക് പോയി കഴിയുമ്പോഴേക്കും അവിടെ കാണപ്പെടുന്ന തിക്ക് ആയിട്ടുള്ള ആ റീജിയന് പറയുന്ന പേരാണ് സീലിയറി ബോഡീസ്. സീലിയറി ബോഡീസിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആ പോർഷന് പറയുന്ന പേരാണ് ഐറിസ്, വിച്ച് ഈസ് ദ വിസിബിൾ കളേർഡ് പോർഷൻ ഓഫ് ദ ഐ. ഇത് കൂടാതെ തന്നെ സീലിയറി ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ലിഗമെൻസിനാലാണ് ലെൻസ്, അതായത് ട്രാൻസ്പെറൻറ്റ് ക്രിസ്റ്റലൈൻ ലെൻസ് കറക്റ്റ് പ്ലേസിൽ ഹെൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. In front of the lens, the aperture surrounded by the iris is called the pupil. The diameter of the pupil is regulated by the muscle fibers of iris. അതായത് ഐറിഷിനാൽ സറൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അപ്പറേച്ചർ കാണപ്പെടുന്നത് ലെൻസിൻ്റെ ഫ്രണ്ട് റീജിയനിലാണ്. അതിനെയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്യൂപ്പിളിൻ്റെ ഡയമീറ്റർ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ഐറിഷിൻ്റെ മസിൽ ഫൈബറിനാലാണ്. ദ ഇന്നർ ലെയർ ഈസ് ദ റെറ്റിന. അടുത്ത ലെയർ ഏതാണ്? ഇന്നർ ലെയറാണ്. അതിന് പറയുന്ന പേരാണ് റെറ്റിന. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 3 ലെയേഴ്സ് ഓഫ് ന്യൂറൽ സെൽസ് ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ റെറ്റിനയിൽ 3 ലെയേഴ്സ് ഓഫ് ന്യൂറൽ സെൽസ് ആണ് കാണപ്പെടുന്നത്. 1 ഗാംഗ്ലിയോൺ സെൽസ്, 2 ബൈപോളാർ സെൽസ്, 3 ഫോട്ടോ റിസപ്റ്റർ സെൽസ്. There are 2 types of photoreceptor cells, namely rods and cones. റോഡ്സും കോൺസും 2 തരത്തിലുള്ള ഫോട്ടോ റിസപ്റ്റർ സെല്ലുകളാണ്. These cells contain the light sensitive proteins called the photopigments. അപ്പോൾ റോഡ്സിലും കോൺസിലും ഒക്കെ കാണപ്പെടുന്ന ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻസിന് പറയുന്ന പേരാണ് photopigments. The daylight, that is photopic vision and color vision are functions of cones. കോൺസിൻ്റെ ഫങ്ഷൻസ് എന്താണ്? കളർ വിഷൻ പ്രൊവൈഡ് ചെയ്യുക, ഡേ ലൈറ്റ് ഫോട്ടോപ്പിക് വിഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദ ട്വിലൈറ്റ് സ്കോട്ടോപ്പിക് വിഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ റോഡ്സ്. റോഡ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? സ്കോട്ടോപ്പിക് വിഷൻ അല്ലെങ്കിൽ ട്വിലൈറ്റ് വിഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദ റോഡ്സ് കണ്ടെയ്ൻ എ പർപ്പിളിഷ് റെഡ് പ്രോട്ടീൻ കോൾഡ് ദ റോഡോപ്സിൻ ഓർ വിഷ്വൽ പർപ്പിൾ. റോഡ്സിൽ കാണപ്പെടുന്ന പർപ്പിളിഷ് റെഡ് പ്രോട്ടീന് പറയുന്ന പേരാണ് റോഡോപ്സിൻ ഓർ വിഷ്വൽ പർപ്പിൾ. Rhodopsin or visual purple, which contains a derivative of vitamin A. വൈറ്റമിൻ എയുടെ ഡെറിവേറ്റീവ് കാണപ്പെടുന്ന പിഗ്മെൻ്റ് ഏതാണ്? റോഡോപ്സിൻ ഓർ വിഷ്വൽ പർപ്പിൾ. അതെവിടെയാണ് കാണപ്പെടുന്നത്? റോഡ്സിലാണ്. അതൊരു പർപ്പിളിഷ് റെഡ് പ്രോട്ടീനാണ് റോഡോപ്സിൻ എന്ന് പറയുന്നത്. വൈറ്റമിൻ എയുടെ ഡെറിവേറ്റീവ് ഇതിൽ കാണപ്പെടുന്നു. In the human eye, there are 3 types of cones, which possesses their own characteristic photopigments that respond to red, green, blue lights.
The sensations of different colors are produced by various combination of these cones and their photopigments. When these cones are stimulated equally, a sensation of white light is produced. അതായത് മനുഷ്യൻ്റെ കണ്ണിൽ കാണപ്പെടുന്ന 3 തരത്തിലുള്ള കോൺസാണ്. ഇങ്ങനെയുള്ള കോൺസിൽ അവയ്ക്ക് അവയുടേതായ ക്യാരക്ടറിസ്റ്റിക് ഫോട്ടോ പിഗ്മെൻറ്റ്സും കാണപ്പെടുന്നു. റെസ്പോണ്ട് ടു റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ലൈറ്റ്സ്. പല കളറുകളെയും സെൻസ് ചെയ്യുന്നത് കോൺസിൻ്റെ പല കോമ്പിനേഷൻസും അതുപോലെ തന്നെ ഫോട്ടോ പിഗ്മെൻറ്റ്സിനെയും അവയുടെ ആ കോമ്പിനേഷൻസിൻ്റെയും ബേസിസിലാണ് പലതരത്തിലുള്ള കളറുകൾ സെൻസ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ കോൺസ് ഈക്വലി സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ലൈറ്റിൻ്റെ സെൻസേഷൻ ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക? ലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ലൈറ്റ് ആയിരിക്കും. ഓരോ കോൺസും ഈക്വലിയാണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് എങ്കിൽ അപ്പോഴൊന്ന് മനസ്സിലാക്കുക, പലതരത്തിലുള്ള കളറുകളെയാണ് സെൻസ് ചെയ്യുന്നത് എങ്കിൽ കോൺസിൻ്റെ പല കോമ്പിനേഷൻസും സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഫോട്ടോ പിഗ്മെൻറ്റ്സും. ഇനി വൈറ്റ് ലൈറ്റിനെയാണ് സെൻസ് ചെയ്യുന്നത് എങ്കിൽ കോൺസ് ഈക്വലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. So in the human eye, there are 3 types of cones which possess their own characteristic photopigments that respond to red, green and blue lights. The sensations of different colors are produced by various combination of these cones and their photopigments. When these cones are stimulated equally, a sensation of white light is produced. The optic nerves leave the eye and the retinal blood vessels enters it at a point medial to and slightly above the posterior pole of the eyeball. Photoreceptor cells are not present in that region, hence it is called the blind spot. നിങ്ങൾ പിക്ചർ നന്നായിട്ട് ശ്രദ്ധിക്കുക. അവിടെ ഒപ്റ്റിക് നെർവ്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. ഒപ്റ്റിക് നെർവ്സ് ലീവ് ചെയ്യുന്ന ആ ഒരു ഏരിയ, അവിടെ എന്തുണ്ട്? റെറ്റിനൽ ബ്ലഡ് വെസൽസ് എൻ്റർ ചെയ്യുന്ന ആ ഒരു പോയിൻ്റ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഐബോളിൻ്റെ പോസ്റ്റീരിയർ പോളിന് സ്ലൈറ്റ്ലി എബോവ് ആയിട്ടുള്ള റീജിയനാണ്. ഇവിടെ ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഒന്നും പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഈ റീജിയന് പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഇവിടെ ഫോട്ടോ റിസപ്റ്റർ ആബ്സെൻ്റ് ആണ്. കണ്ണിൽ നിന്നും പോകുന്ന ഒപ്റ്റിക് നെർവ്സ് കാണപ്പെടുന്നു. റെറ്റിനൽ ബ്ലഡ് വെസൽസ് എൻ്റർ ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു റീജിയന് പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട്. At the posterior pole of the eye, lateral to the blind spot, there is a yellowish pigmented spot called macula lutea with a central pit called the fovea. The fovea is a thinned out portion of the retina where only the cones are densely packed. It is the point where the visual acuity, that means resolution, is the greatest. അതായത് പോസ്റ്റീരിയർ പോൾ റീജിയനിൽ ബ്ലൈൻഡ് സ്പോട്ടിന് ലാറ്ററലി ആയിട്ട് കാണപ്പെടുന്ന യെല്ലോവിഷ് പിഗ്മെൻറ്റഡ് സ്പോട്ടാണ് മാക്യുല ലൂട്ടിയ. എവിടെയാണ് കാണപ്പെടുന്നത്? ബ്ലൈൻഡ് സ്പോട്ടിന് ലാറ്ററലായിട്ട് ഐയുടെ പോസ്റ്റീരിയർ റീജിയനിലായിട്ടാണ് മാക്യുല ലൂട്ടിയ കാണപ്പെടുന്നത്. അവിടെ മാക്യുല ലൂട്ടിയ വിത്ത് സെൻട്രൽ പിറ്റ്, അതിന് പറയുന്ന പേരാണ് ഫോവിയ. ഫോവിയ ഈസ് എ തിൻഡ് ഔട്ട് പോർഷൻ ഓഫ് ദ റെറ്റിനയുടെ വെരി തിൻഡ് ആയിട്ടുള്ള പോർഷനെയാണ് ഫോവിയ എന്ന് പറയുന്നത്. വെയർ ഓൺലി ദ കോൺസ് ആർ ഡെൻസ്ലി പാക്ഡ്. അപ്പം ഫോവിയ എന്ന് പറയുന്നത് റെറ്റിനയുടെ തിൻഡ് ആയിട്ടുള്ള പോർഷനാണ്. അവിടെ കൂടുതലും കാണപ്പെടുന്നത് കോൺസ് ആണ്. ഇറ്റ് ഈസ് ദ പോയിന്റ്, അതായത് കോൺസ് അവിടെ ഡെൻസ്ലി പാക്ഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വിഷ്വൽ അക്വിറ്റി കൂടുതലുള്ള റീജിയനാണ്, അല്ലെങ്കിൽ വിഷ്വൽ റെസല്യൂഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദിസ് പോയിന്റ്. അടുത്തതായിട്ട് കണ്ണിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ 2 ചേമ്പേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് അക്വസ് ചേമ്പറും 2 വിട്രിയസ് ചേമ്പറും.
The space between the cornea and the lens is called the aqueous chamber and contains a thin watery fluid called the humor. Aqueous humor. അപ്പം കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള ആ ഒരു സ്പേസിന് പറയുന്ന പേരാണ് അക്വസ് ചേംബർ എന്നുള്ളത്. അവിടെ ഫില്ല് ചെയ്തിരിക്കുന്ന വാട്ടറി ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് അക്വസ് ഹ്യൂമർ. അപ്പം കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള സ്പേസിന് പറയുന്ന പേരാണ് അക്വസ് ചേംബർ. അവിടെ ഫില്ല് ചെയ്തിരിക്കുന്ന തിൻ വാട്ടറി ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് അക്വസ് ഹ്യൂമർ. The space between lens and the retina is called a vitreous chamber and is filled with a transparent gel called vitreous humor. അപ്പം റെറ്റിനയ്ക്കും ലെൻസിനും ഇടയിലുള്ള ആ ഒരു സ്പേസിന് പറയുന്ന പേരാണ് വിട്രിയസ് ചേംബർ. അവിടെ ഫില്ല് ചെയ്തിരിക്കുന്ന ട്രാൻസ്പെറൻറ്റ് ജെല്ലിന് പറയുന്ന പേരാണ് വിട്രിയസ് ഹ്യൂമർ. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. പാർട്സ് ഓഫ് ആൻ ഐ. ഐയുടെ സ്ട്രക്ചർ പ്രധാനമായിട്ടും സ്ഫെറിക്കൽ സ്ട്രക്ചറാണ്. ഐ പെയർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അത് സ്കളിലുള്ള സോക്കറ്റ്സിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതിനെ ഓർബിറ്റ്സ് എന്ന് പറയും. 3 ലെയേഴ്സ് ഐയിൽ കാണപ്പെടുന്നുണ്ട്. 1 സ്ക്ലീറ ഔട്ടർ പോർഷൻ, 2 കൊറോയിഡ് മിഡിൽ പോർഷൻ, 3 റെറ്റിന ഇന്നർ പോർഷൻ. സ്ക്ലീറയുടെ ആൻറ്റീരിയർ പോർഷന് പറയുന്ന പേരാണ് കോർണിയ. അടുത്തത് കൊറോയിഡ്. കൊറോയിഡ് മിഡിൽ ലെയർ ആണ്. അവിടെ ഒരുപാട് ബ്ലഡ് വെസൽസും അതുപോലെ തന്നെ അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലൂയിഷ് കളറായിരിക്കും. കൊറോയിഡ് ലെയറിൻ്റെ ആൻറ്റീരിയർ റീജിയനിൽ കാണപ്പെടുന്ന ആ തിക്കനിങ് കൂടിയ പോർഷന് പറയുന്ന പേരാണ് സീലിയറി ബോഡി. സീലിയറി ബോഡിയിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് ഐറിഷ്. സീലിയറി ബോഡിയിൽ നിന്നുമുള്ള അല്ലെങ്കിൽ സീലിയറി ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗമെൻറ്റ്സ് ആണ് ലെൻസിനെ ഹെൽഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ലെയറാണ് ദ ഇന്നർ ലെയർ റെറ്റിന. റെറ്റിനയ്ക്ക് 3 ലെയേഴ്സ് ഓഫ് ന്യൂറൽ സെൽസ് കാണപ്പെടുന്നുണ്ട്. 1 ഗാംഗ്ലിയോൺ സെൽസ്, 2 ബൈപോളാർ സെൽസ്, 3 ഫോട്ടോ റിസപ്റ്റർ സെൽസ്. 2 തരത്തിലുള്ള ഫോട്ടോ റിസപ്റ്റർ സെൽസ് ആണ് ഉള്ളത്. 1 റോഡ്സ്, 2 കോൺസ്. റോഡ്സിൽ കാണപ്പെടുന്ന പർപ്പിളിഷ് റെഡ് പ്രോട്ടീൻ്റെ പേരാണ് റോഡോപ്സിൻ അല്ലെങ്കിൽ വിഷ്വൽ പർപ്പിൾ. അതിൽ വൈറ്റമിൻ എ ഡെറിവേറ്റീവ് കാണപ്പെടുന്നു. 3 തരത്തിലുള്ള കോൺസാണ് ഹ്യൂമൻ ഐയിൽ കാണപ്പെടുന്നത്. അത് മെയിനായിട്ടും റെഡ്, ഗ്രീന്, ബ്ലൂ ലൈറ്റിനെ സെൻസ് ചെയ്യാൻ വേണ്ടി അവ ഓരോന്നും ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫോട്ടോ പിഗ്മെൻറ്റ്സ് പൊസസ് ചെയ്യുന്നു. പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിനെ സെൻസ് ചെയ്യാനായിട്ട് ഈ കോൺസിൻ്റെ പല കോമ്പിനേഷൻസും അതിൻ്റെ ഫോട്ടോ പിഗ്മെൻറ്റ്സിനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി വൈറ്റ് ലൈറ്റിനെ സെൻസ് ചെയ്യാനാണെങ്കിൽ ഈക്വലായിട്ടായിരിക്കും കോൺസ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ബ്ലൈൻഡ് സ്പോട്ട്. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്? ഫോട്ടോ റിസപ്റ്റർ സെൽസ് പ്രസൻറ്റ് ചെയ്യാത്ത റീജിയന് പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട്. അടുത്ത പ്രധാനപ്പെട്ട റീജിയനാണ് ഫോവിയ. എന്താണ് ഫോവിയ? മാക്യുല ലൂട്ടിയ വിത്ത് സെൻട്രൽ പിറ്റിനാണ് ഫോവിയ എന്ന് പറയുന്നത്. എന്താണ് മാക്യുല ലൂട്ടിയ? ബ്ലൈൻഡ് സ്പോട്ടിന് ലാറ്ററലായിട്ട് കാണപ്പെടുന്ന യെല്ലോവിഷ് പിഗ്മെൻറ്റഡ് സ്പോട്ടിനെയാണ് മാക്യുല ലൂട്ടിയ എന്ന് പറയുന്നത്. അപ്പം പോസ്റ്റീരിയർ പോൾ ഓഫ് ദ ഐയിൽ ബ്ലൈൻഡ് സ്പോട്ടിൽ ലാറ്ററലി ആയിട്ട് പ്ലേസ് ചെയ്ത് കാണപ്പെടുന്ന യെല്ലോവിഷ് പിഗ്മെൻറ്റഡ് സ്പോട്ടിനെയാണ് മാക്യുല ലൂട്ടിയ എന്ന് പറയുന്നത്. മാക്യുല ലൂട്ടിയ വിത്ത് സെൻട്രൽ പിറ്റിനെയാണ് ഫോവിയ എന്ന് പറയുന്നത്. ഫോവിയ എന്ന് പറയുന്നത് റെറ്റിനയിൽ കാണപ്പെടുന്ന തിന്നായിട്ടുള്ള പോർഷനാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഡെൻസ്ലി പാക്ഡ് ആയിട്ട് കാണപ്പെടുന്നത് കോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വേർ ദ വിഷ്വൽ അക്യൂറ്റി ഇസ് ദ അല്ലെങ്കിൽ വിഷ്വൽ റെസല്യൂഷൻ ഏറ്റവും കൂടിയ ഒരു പോയിൻ്റാണ് ഈ ഫോവിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2 തരത്തിലുള്ള ചേമ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത്. 1 അക്വസ് ചേംബർ, 2 വിട്രിയസ് ചേംബർ. അക്വസ് ചേംബർ എന്ന് പറയുന്നത് കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള സ്പേസ് ആണ് അക്വസ് ചേംബർ. അവിടെ കാണപ്പെടുന്ന ഫ്ലൂയിഡാണ്
അക്വസ് ഹ്യൂമർ. അടുത്തതാണ് വിട്രിയസ് ചേംബർ. വിട്രിയസ് ചേംബർ എന്ന് പറയുന്നത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള സ്പേസിനെയാണ് വിട്രിയസ് ചേംബർ എന്ന് പറയുന്നത്. അവിടെ കാണപ്പെടുന്ന ട്രാൻസ്പെറൻറ്റ് ജെൽ മെറ്റീരിയലിനെയാണ് വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. കാണപ്പെടുന്ന ട്രാൻസ്പെറൻറ്റ് ജെല്ലിനെയാണ് വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.